അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹി യാ ഇബാദല്ലാഹി ഇത്തഖുല്ലാഹ്. വഅൻ ഉസ്മാൻ ഇബ്നു അബിൽ ആസി റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹ് ഇജ്അൽനി ഇമാമ ഖൗമി ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത ഇമാമുഹും ഫഖ്തദി ബിഅദ്വാഫിഹിം വത്തഖദ് മുഅദ്ദിനൻ ലാ യഅഖുദു അലാ അദാനിഹി അജ്റൻ. റവാഹു അബൂ ദാവൂദ് വ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹിം. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഉസ്മാൻ ഇബ്നു അബിൽ ആസി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിം, ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹിം ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മുഅദ്ദിനായ ഒരാൾ, അയാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ച് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള ചില സുന്നത്തായ കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഹദീസിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അബൂൽ ആസി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പറയുകയുണ്ടായി, ഖുൽതു യാ റസൂലല്ലാഹ് ഇജ്അൽനി ഇമാമ ഖൗമി, നിങ്ങൾ എന്നെ എൻ്റെ ആളുകൾക്കിടയിൽ ഇമാമായി നിശ്ചയിക്കപ്പെടണം. ഒരാളെ ഇമാമായി നിശ്ചയിക്കപ്പെടാനുള്ള പ്രാഥമികമായ മര്യാദകൾ എന്ത്, അല്ലെങ്കിൽ ഒരാളെ പരിഗണിക്കേണ്ടത് എന്ത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത ഇമാമുഹും, നീ അവരുടെ ഇമാമാണ്. അപ്പോൾ അതിനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ട് എന്നർത്ഥം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഫഖ്തദി ബിഅദ്വാഫിഹിം, ഇമാമായി നിൽക്കുമ്പോൾ പരിഗണിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒന്ന് ഹിഫ്ളുണ്ടാകാം, ഖിറാഅത്തുണ്ടാകാം, ഒക്കെ ഉണ്ടാകാം. പക്ഷെ അതൊക്കെ എല്ലാം കൂടി മുമ്പിൽ സൂറത്ത് യാസീൻ അല്ലെങ്കിൽ അൽ ബഖറ തുടങ്ങിയിട്ട് അവസാനിക്കുന്നവരെ ഓതി തീർക്കാൻ, ഞാൻ വലിയ ഹാഫിളാണ്, ഖാരി ആണ് എന്ന് വരുത്തി തീർക്കാൻ പാടില്ല. മറിച്ച് തൻ്റെ പിന്നിലുള്ള ആളുകളെ പരിഗണിക്കാം. പ്രത്യേകിച്ച് അതിൽ ഉള്ള ളുഅഫാകളായ ആൾക്കാർ, ദുർബലരായ ആൾക്കാർ, രോഗികളായ ആൾക്കാരോ വൃദ്ധന്മാരായ ആൾക്കാരുണ്ടാവും, മറ്റു ചില പ്രയാസങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ സന്തോഷമായില്ലേ, നാളെ ഒരു മുതൽ നിങ്ങൾ സുഹൃത്തിൻ്റെ സുഹൃത്ത് കേൾക്കാൻ ഓതിയാൽ മതിയിട്ട് നിങ്ങൾ തന്നെയല്ലേ അത് പറഞ്ഞത്, എന്നിട്ട് നിങ്ങൾ ഇനി വലുതോത് എന്നല്ല. സുബ്ഹിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്യാവശ്യം വെട്ടവും വെളിച്ചൊക്കെ കാണാവുന്ന രൂപത്തിൽ കുറച്ച് ദൈർഘ്യമായിട്ടുള്ളതൊക്കെ ഓതാറുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ പരിഗണിക്കണം. പ്രത്യേകിച്ച് റോഡിൻ്റെ വക്കത്തൊക്കെയുള്ള പള്ളികളാകുമ്പോൾ യാത്രക്കാരെ പരിഗണിക്കണം. സുബൈന് അതുപോലെ തന്നെ മൂപ്പർക്ക് യാസീനൊക്കെ അറിയായിരിക്കും, പക്ഷെ അതൊന്നും നീട്ടി വിളിച്ച് ഓതാൻ പറ്റൂല. ഒരുപക്ഷെ ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോകരുതല്ലോ എന്ന് വിചാരിച്ച് ഉറക്കച്ചെലവെന്ന് ഓടി വന്ന് ഒന്നുകൂടി നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കാൻ വിഘ്നം ഉണ്ടാകുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ മൂപ്പരങ്ങനെ നീട്ടിപ്പരത്തി ഓതി മാമൂമുകളെ കഷ്ടപ്പെടുത്താൻ പാടില്ല. അതുപോലെ തന്നെ രോഗികളാണ്, അങ്ങനെ പല ആൾക്കാരുണ്ടാവും, അവരെന്ത് ചെയ്യാൻ പാടില്ല, കഷ്ടപ്പെടുത്താൻ പാടില്ല. എന്നിട്ട് പിന്നെ വത്തഖദ് മുഅദ്ദിനൻ, നീ ഒരു മുഅദ്ദിനെ സ്വീകരിക്കണം. ലാ യഅഖുദു അദാനിഹി അജ്റൻ, ആ മുഅദ്ദിൻ തൻ്റെ അദാനിന് പ്രതിഫലം പറ്റാത്ത ഒരുത്തനായിരിക്കണം, മറ്റൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നത്. ഒന്ന്, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച്, ഏകദേശം ഒക്കെ എല്ലാ ആളുകളും തന്നെ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച്, പിന്നെ എന്തിനൊക്കെ കേട്ടതുപോലെ നാളെ പരലോകത്തിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ ആരെങ്കിലും എൻ്റെ ബാങ്ക് കേട്ട് അവിടെ എത്തുകയാണെങ്കിൽ അതിൻ്റെ കൂടി എനിക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, അതല്ലാതെ മറ്റൊരു നിയ്യത്തും മറ്റൊരു ചിന്തയും അയാളുടെ മനസ്സിൽ കയറി വരാൻ പാടില്ല. രണ്ടാമത് പറഞ്ഞു, മുഅദ്ദിൻ ഒരു പോസ്റ്റല്ല. നമ്മുടെയൊക്കെ നാട്ടിൽ ഖതീബ് ഒരാൾ, ഇമാം ഒരാൾ, മുഅദ്ദിൻ ഒരാൾ, മുക്രി ഒരാൾ, പിന്നെ വെള്ളം കൊണ്ടിരുന്ന ഒരാൾ, ചോറ് കൊണ്ടുവരാൻ വേറൊരാൾ, മദ്രസ പഠിപ്പിക്കാൻ വേറൊരാൾ, സദർ മുദരിസ് ഇതൊന്നുമല്ലാത്ത വേറൊരാൾ, അങ്ങനെ ഒരു 10-50 പോസ്റ്റ് ഉണ്ടാവും. ഇതങ്ങനെ പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൊരു ഏർപ്പാടല്ല, മറിച്ച് എന്താണ്, അതൊരു ഖിദ്മത്താണ്, സേവനമാണ്. എന്നാൽ നമുക്ക് ജീവിച്ചു പോകണ്ടേ, വേണ്ടി വരും. അപ്പൊ അതിന് അർഹമാകുന്ന രൂപത്തിലുള്ള വേതനം കൊടുക്കുക എന്നല്ലാതെ ഞാൻ ഇത്ര ശമ്പളത്തിന് നിൽക്കുള്ളൂ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ കൂലി ഇതാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറാത്ത ഒരാളെ ആയിരിക്കണം നീ എന്ത് ചെയ്യുന്നത്, മുഅദ്ദിനായിട്ട് പോസ്റ്റ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പൊ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന്, ഇമാമു മുഅദ്ദിൻ എന്നുള്ളതൊക്കെ കേവലം ഒരു പോസ്റ്റ് അല്ല, ജോലിയല്ല, സേവനമായി തുടരേണ്ടുന്ന, പ്രതിഫലം ആഗ്രഹിച്ച് മാത്രം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ള സുന്നത്താണ് ഒന്നാമതായിട്ട് പരിഗണിക്കേണ്ടത്. ഒന്നും എടുത്ത് അതുപോലെ തന്നെ നിസ്കരിക്കാനൊക്കെ വരുന്നതിനിടയിൽ സമയമുണ്ട്, സന്ദർഭമുണ്ട്, സാഹചര്യമുണ്ട്. നമ്മൾ പോകുന്ന നാട്ടിൽ ഒരാൾ ഇപ്പോൾ മുഅദ്ദിൻ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം,
നമ്മൾ ഒരു മൈക്ക് ഉപ്പാടെടുത്ത് മറിച്ച് മാറ്റി നിൽക്കലല്ല, മറിച്ച് അയാൾ അനുവാദം വേണം. ഇമാമാണെങ്കിൽ അയാൾ അനുവാദം വേണം. ഈ പോസ്റ്റിൽ നിൽക്കണമെങ്കിൽ മുഅദ്ദിനാണെങ്കിൽ അവിടെയുള്ള മുഅദ്ദിനോട് അനുവാദം ചോദിക്കണം. ഇങ്ങനെ ഉള്ള അറിവുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് സുന്നത്തായ കാര്യം യാതൊരു നിരക്കും അള്ളാഹുവിന്റെ വജഹല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാത്ത ആളായിരിക്കണം. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള സുന്നത്തുകൾ ഓരോ ദിവസങ്ങളിലായിട്ട് പറയാം. എല്ലാം കൂടി പറഞ്ഞാൽ എല്ലാം കൂടി അത് മറന്നു പോകും. അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനസ്സിലാക്കുന്ന പഠിച്ചറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും ന്യൂനതകളും കുറ്റങ്ങളും വരാതിരിക്കാനുമുള്ള സൂക്ഷ്മത അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോയ എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു ഇരു ലോകത്തും പുറത്തും മാപ്പാക്കി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്കൊക്കെ പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികളായ വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു നമുക്ക് ഏവർക്കും മരണം വരെയും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം നിറഞ്ഞു നിൽക്കുമ്പോൾ കാമിലായ ഈമാനോടുകൂടി കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്നിവ അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.